نتوق إلى العلم من نبعه ونجني ثمارا تغذي الخيال فسرنا سويا على طاعة لنلقى رضا الله في كل حال. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ അല്ലാഹുവിൻ്റെ ദീനി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ലോകത്ത് ചില അഹങ്കാരികളായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ അഹങ്കാരം കൊണ്ട് പല രൂപത്തിലുള്ള വികണ്ഠവാദങ്ങളും പ്രവൃത്തികളും അവരുടെ പക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരാരും ഈ ലോകത്ത് ശാശ്വതരായിക്കൊണ്ട് നിലനിന്നിട്ടില്ല. അങ്ങനെ ലോകം അറിയപ്പെട്ട ഏറ്റവും വലിയ അഹങ്കാരികളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട പ്രധാനികളാണ് ഫിറഔൻ, നമ്രൂദ്, മുസൈലിമ തുടങ്ങിയ ആളുകൾ. ഫിറഔൻ അവൻ്റെ അഹങ്കാരം മൂത്തുകൊണ്ട് അവൻ പറഞ്ഞ വാക്ക് സൂറത്ത് നാസിയാത്തിൻ്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. ഫിറഔൻ അഹങ്കാരം കൊണ്ട് അവൻ പറഞ്ഞൊരു വാക്കാണ് ഫഖാല അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് പോലും ഫിറഔൻ വാദിച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യൻ അഹങ്കാരം കൊണ്ട് അവസാനം അയാൾ പറയാണ് ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന രൂപത്തിൽ ഫിറഔൻ പറയാണ്. സൂറത്ത് ഖസസിൻ്റെ 38-ാമത്തെ ആയത്തിൽ ഫിറഔൻ പറഞ്ഞ ഒരു വാക്കിന് അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല ഫിറഔനിൻ്റെ വാക്കായിക്കൊണ്ട് പറയാണ് വഖാല ഫിറഔനു, ഫിറൗന് പറയാണ്
യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ എനിക്കറിയില്ല. പ്രമുഖന്മാരായ ആളുകളെ വിളിച്ച് ഫിറൗൻ പറയാണ്, നിങ്ങൾക്ക് ഞാനല്ലാത്ത ഒരു ഇലാഹിനെ എനിക്കറിയുകയില്ല, അഥവാ നിങ്ങൾക്കുള്ള ഇലാഹ് ആരാണ്, അത് ഞാനാണ് എന്ന രൂപത്തിൽ ഫിറൗൻ വാദിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ഭരണാധികാരി നമ്രൂദ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സൂറത്ത് ബഖറയിലെ 258 ആയത്തിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അള്ളാഹിനെ കുറിച്ച് പറയാണ്, ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്. ഇബ്രാഹിം നബി പറയാണ്, എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, ഈ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ നമ്രൂദ് എന്താ ചെയ്തത്? 2 ആളുകൾ വിളിച്ചു. എന്നിട്ട് അതിൽ ഒരാളെ വധിച്ചു, ഒരാളെ ജീവനോടെ വിട്ടു. എന്നിട്ട് ഇബ്രാഹിം നബിനോട് പറയാണ്, ഒരാളെ ഞാനിപ്പോൾ മരിപ്പിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ഞാൻ ജീവനും നൽകി, അപ്പം ഞാനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് നമ്രൂദ് വാദിച്ചു. അഥവാ ഇവരുടെ അഹങ്കാരം മൂത്ത് അവർ പറയുന്ന വാക്കാണ്. എന്തിനേറെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നുബുവത്ത് വാദിച്ച യമാമക്കാരനായ മുസൈലിമത്തുൽ കദ്ദാബ്, മുസൈലിമിൻ്റെ വാദമായിരുന്നു അന റഹ്മാനുൽ ലിൽ യമാമ, യമാമ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ റഹ്മാനാണ് ഞാൻ എന്ന രൂപത്തിൽ മുസൈലിമത്തുൽ കദ്ദാബ് പോലും വാദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രൂപത്തിൽ അഹങ്കാരം നടിച്ച ആളുകൾ അവരുടെ അഹങ്കാര സംസാരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഈ ഭൂമിയിൽ അവർ ശാശ്വതരായിട്ടില്ല. അവരുടെ അവധി എത്തിയ സമയത്ത് അവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ആളുകളുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ എന്തിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അല്ലാഹു സൂറത്ത് യൂസുഫിന്റെ 111 ആയത്തിൽ പറഞ്ഞു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ, ഇത്തരത്തിലുള്ള കഥകൾ എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്ക് പാടുണ്ട്. ഈ രൂപത്തിൽ അഹങ്കാരം നടിച്ച അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്ന കഥകളിൽ, ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട് എന്നുള്ളതാണ്. കേവലം കഥ കേട്ടു പോവുക എന്നതിനപ്പുറമായിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കും യഥാർത്ഥ വിശ്വാസി. പണ്ടൊരു കവി കവിത ചൊല്ലിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, നിങ്ങൾ ചരിത്രം വായിക്കണം, നിങ്ങൾ ചരിത്രം പഠിക്കണം, ചരിത്രം പഠിക്കാത്ത ആളുകളാണ് വലാലത്തിലായിട്ടുള്ളത് എന്ന് പണ്ടൊരു കവി കവിത പോലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ആരാണ് ഖാറൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഖാറൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖസസിലെ 76 ആയത്ത് മുതൽ 82 ആയത്ത് വരെ അള്ളാഹു സുദീർഘമായി കൊണ്ട് പറയുന്നത് ഖാറൂനിൻ്റെ ചരിത്രമാണ്. ഖാറൂനിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകനായിരുന്നു ഖാറൂൻ. അഥവാ മൂസാ നബിൻ്റെ പിതാവ് ഇമ്രാൻ, ഇമ്രാന്റെ സഹോദരൻ യസ്ഹർ, യസ്ഹറിൻ്റെ മകനാണ് ഖാറൂൻ. അഥവാ മൂസാ നബിൻ്റെ പിതൃ സഹോദരൻ്റെ മകനാണ് ഖാറൂൻ. മൂസാ നബിയുമായിട്ട് അങ്ങേയറ്റം അടുത്ത കുടുംബ ബന്ധമുള്ള ആളാണ് ഖാറൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇറക്കപ്പെട്ട തൗറാത്ത് സുന്ദരമായി ഇയാൾ പാരായണം ചെയ്തിരുന്നു. അതുകൊണ്ട് ഇയാൾക്ക് ചരിത്രത്തിൽ മുനവ്വർ എന്ന സ്ഥാനപ്പേര് പോലും കാണാൻ കഴിയും. പണ്ഡിതന്മാർ പറയാണ്, ലിഹുസ്നി സൗതിഹി ബിത്തൗറാത്ത്, മൂസാ നബിക്ക് ഇറക്കപ്പെട്ട തൗറാത്ത് മനോഹരമായി ഈ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി പാരായണം ചെയ്തിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേൽ ജനതയിലെ 70ഓളം ആളുകളെ തെരഞ്ഞെടുത്തു നേതാക്കളാക്കിക്കൊണ്ട്. ആ 70ഓളം നേതാക്കളായ ആളുകളെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ അതിലൊരു നേതാവായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞെടുത്തത് ആരെയാണ്? ഖാറൂനാണ്. അപ്പോൾ ചെറിയ ഒരാളൊന്നല്ല, ബനൂ ഇസ്രായേൽ ജനതയിൽ വലിയ സ്ഥാനവും മാനവുമുള്ള വ്യക്തിയാണ് ഖാറൂൻ. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അഹങ്കാരം നടിച്ച, കിബിർ നടിച്ച വ്യക്തിയാണ് ഖാറൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഖാറൂനിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിലെ 23 മുതൽ 24 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാണ് ഖാറൂൻ? അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വലഖദ് അർസൽനാ മൂസ. അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബിയെ പറഞ്ഞയച്ചു. ദൃഷ്ടാന്തവുമായി കൊണ്ട് അല്ലാഹു പറഞ്ഞയക്കുകയാണ്. ആരുടെ അരികിലേക്കാണ് അല്ലാഹു പറഞ്ഞയക്കണത്? ഫിറഔനിൻ്റെയും
ഹാമാന്റെയും കാറൂനിന്റെയും അരികിലേക്ക്. ആരൊക്കെ? ഫിറഔനിന്റെയും ഹാമാന്റെയും കാറൂനിന്റെയും അരികിലേക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവുമായി കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പറഞ്ഞയച്ചു. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്നറിയോ? ആദ്യം പറഞ്ഞ രണ്ടാളുകൾ അഥവാ ഫിറഔനും ഹാമാനും. ഫിറഔനിന്റെ മന്ത്രിയാണ് ഹാമാൻ. ഫിറഔനും ഹാമാനും കിബിത്തി വംശജരാണ്. അവരെ അഹങ്കാരവും അവരുടെ തെമ്മാടിത്തവും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ചിട്ടുണ്ട്. ഫിറഔൻ ഹാമാനോട് പറയുന്നുണ്ട്, ഹാമാൻ നീ വലിയൊരു ഗോപുരം ഉണ്ടാക്കണം. ആ ഗോപുരത്തിന്റെ മുകളിൽ കയറി ഞാനൊന്ന് ആകാശത്തേക്ക് നോക്കട്ടെ, മൂസ പറയുന്ന റബ്ബ് ആകാശത്തുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് കളിയാക്കിയിട്ട് ആര് പറയുന്നുണ്ട്? ഫിറഔൻ. അപ്പൊ ഇവരുടെ പ്രവർത്തനവും ഇവരുടെ അഹങ്കാരമൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞവരാണ്. എന്നാൽ അതിനോട് ചേർത്തി അള്ള പറഞ്ഞത് കാറൂനിനെയാണ്. കാറൂനാണെങ്കിലോ ബനു ഇസ്രായേൽ ജനതയിൽപ്പെട്ട ആളാണ്. അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബക്കാരനാണ്. മൂസാ നബിക്ക് വേണ്ടപ്പെട്ട ആളാണ്. മൂസാ നബിയിൽ വിശ്വസിച്ച ആളാണ്. തൗറാത്ത് പാരായണം ചെയ്ത ആളാണ്. പക്ഷെ അയാൾ മുനാഫിക്കായിരുന്നു. പ്രകടമായിക്കൊണ്ട് മൂസാ നബിയിലൊക്കെ വിശ്വസിക്കും, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലോ അയാളുടെ കുഫറുമായിക്കൊണ്ടാണ് അയാൾ ജീവിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഫിറഔനിന്റെ കൂടെ ഹാമാന്റെ കൂടെ ചേർത്തി പറഞ്ഞ പേര് കാറൂനിന്റെ പേരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറൂനിനെ കുറിച്ച് ഹദീസിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണം. സ്വഹാബത്തിനെ ഉണർത്തുകയാണ്, സ്വഹാബത്തെ നിങ്ങൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കണം. ആ വിഷയത്തിൽ നിങ്ങൾ അശ്രദ്ധരാകാൻ പാടില്ല. നിങ്ങൾ ആ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചാലോ കാനത്ത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, നിങ്ങൾക്ക് വെളിച്ചവും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മോക്ഷവും വിജയവും നിങ്ങൾക്ക് നാളെ പരലോകത്തുണ്ടാകും. എന്നാൽ ആ ഹദീസിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെങ്ങാനും നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരായാൽ, ആ നമസ്കാരത്തെ നിങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ, അതിനെ നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമോ അതേപോലെ തന്നെ മോക്ഷമോ വിജയമോ ഉണ്ടാവുകയില്ല. എന്നൊരു പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ നാളെ പരലോകത്ത് വകാന യൗമൽ ഖിയാമത്തി മഅ കാറൂന വഫിറഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്, നാളെ പരലോകത്ത് നിങ്ങൾ ആരുടെ കൂടെ ആയിരിക്കും? കാറൂനിന്റെയും ഫിറഔനിന്റെയും ഹാമാന്റെയും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഉബയ്യ് ഇബ്നു ഖലഫ്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ സഹോദരനാണ് ഉബയ്യ് ബിൻ ഖലഫ്. ഉബയ്യിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ടാണ് ഉബയ്യ് ബിൻ ഖലഫ് മരണപ്പെട്ടത്. അപ്പം നിങ്ങൾ നമസ്കാരത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ അശ്രദ്ധരാണെങ്കിൽ, അതിനെ നിങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ നാളെ പരലോകത്ത് കാറൂനിന്റെയും ഫിറഔനിന്റെയും ഹാമാന്റെയും ഉബയ്യ് ബിൻ ഖലഫിന്റെയും കൂടെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നിന്ദ്യത ഉണ്ടായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് കാറൂൻ. എപ്പോഴാണ് കാറൂനിന്റെ ചരിത്രം നടക്കുന്നത്? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമാണുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ബനു ഇസ്രായേൽ ജനതയും ഈജിപ്തിൽ കഴിയുന്ന കാലം, അഥവാ അവർ ഈജിപ്തിൽ കഴിയുമ്പോൾ ഫിറഔൻ ബനു ഇസ്രായേൽ ജനതയെ മൃഗീയമായി കൊണ്ട് പീഡിപ്പിക്കുന്നൊരു കാലം ഉണ്ടല്ലോ, ആ സമയത്താണ് കാറൂനിന് അള്ളാഹു സമ്പത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കാറൂനിന് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുന്നതും ആ സമയത്താണ്. അവർ മിസ്റിൽ കഴിയുന്ന കാലം. അഥവാ ഫിറഔൻ ബനു ഇസ്രായേൽ ജനതയിൽ കൂടുതൽ പരിഗണിച്ചൊരു വ്യക്തിയാണ് കാറൂൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബനു ഇസ്രായേൽ ജനതയെയും ഫിറഔന് അവരെ ദ്രോഹിക്കുന്ന സമയത്ത് അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത വ്യക്തി കാറൂനാണ്. സ്വന്തം സമൂഹത്തെ, സ്വന്തം കുടുംബത്തെ, സ്വന്തം ഗോത്രത്തെ ചതിച്ച വ്യക്തിയാണ് കാറൂൻ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, കാറൂനിന്റെ ചരിത്രം നടക്കുന്നത് അവർ മിസ്റിൽ കഴിയുന്ന കാലത്താണ്. രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, ആ സമയത്തല്ല, ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ബനു ഇസ്രായേൽ ജനതയും ചെങ്കടൽ മാർഗത്തിലൂടെ പുറത്തേക്ക് രക്ഷപ്പെട്ടു. മറുകരയിലേക്ക് എത്തി അള്ളാഹു ഫിറഔനിനെ മുക്കിക്കൊന്നു. ഇതൊക്കെ അവർ കാണുന്നുണ്ട്. മറുകരയിലേക്ക് എത്തിയിട്ട് അള്ളാഹു പറഞ്ഞു, ഫലസ്തീനിലേക്ക് പോകണം, അവിടെ അമാലിക്ക എന്ന് പറയുന്ന ഗോത്രമുണ്ട്, അവരുമായി യുദ്ധം ചെയ്ത് നിങ്ങളത് പിടിച്ചടക്കണം. അപ്പം ബനു ഇസ്രായേൽ ജനത മൂസാ നബിയോട് പറയാണ്, മൂസാ നീയും നിന്റെ റബ്ബും യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അപ്പം അള്ളാഹു എന്ത് ചെയ്തു? ആ പ്രദേശം ഫലസ്തീൻ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പ്രദേശം 40 വർഷം അവർക്ക് നിഷിദ്ധമാക്കി.
ആ 40 വർഷം നിഷിദ്ധമാക്കിയപ്പോൾ പിന്നീട് അവർ കഴിഞ്ഞത് തീഹ് മരുഭൂമിയിലാണ്. ആ തീഹ് മരുഭൂമിയിൽ 40 വർഷം കഴിയുമ്പോൾ ആ സമയത്താണ് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങി ഖാറൂനിൻ്റെ മേലിൽ സംഭവിക്കുന്നത് എന്നും ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പം ഇങ്ങനെ 2 അഭിപ്രായങ്ങളുണ്ട്. അതിൽ ശരിയോട് അടുത്ത അഭിപ്രായം അവർ തീഹ് മരുഭൂമിയിൽ കഴിയുന്ന കാലത്താണ് എന്നതാണ് കാണാൻ കഴിയുന്നത്. ഹദാ വല്ലാഹു അലം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് സമ്പത്ത് നൽകിയ വ്യക്തിയാണ് ഖാറൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിന്റെ 76-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഹു ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. വലിയൊരു ശക്തവാന്മാരായ സംഘത്തിന് വഹിക്കാൻ തക്കവണ്ണമുള്ള സമ്പത്ത് അള്ളാഹു ഖാറൂനിന് കൊടുത്തു. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താണെന്നറിയോ? എത്രത്തോളം സമ്പത്ത് ഉണ്ടെന്നറിയോ? അഥവാ ഖാറൂനിൻ്റെ ഖജനാവിൻ്റെ സമ്പത്തെല്ലാം ഖജനാവിൽ കൂട്ടി അതിൻ്റെ താക്കോൽ വഹിക്കാൻ മാത്രം 60 ഒട്ടകക്കൂട്ടങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഖജനാവിൽ സമ്പത്ത് വഹിക്കാനല്ല, സമ്പത്ത് മുഴുവനും ഖജനാവിൽ പൂട്ടി അതിൻ്റെ താക്കോൽ വഹിക്കാൻ മാത്രം 60 ഒട്ടകക്കൂട്ടങ്ങൾ. അത്രത്തോളം വലിയ ധനാഢ്യനാണ് ഖാറൂൻ. നമ്മൾ ആലോചിക്കണം, നമുക്കും ഇന്ന് ലോക്കറുണ്ട്, നമുക്കൊന്ന് പണം എടുത്തേക്കാൻ പ്രത്യേക ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ പൂട്ടിവെച്ച് അതിൻ്റെ താക്കോല് വഹിക്കാൻ മറ്റൊരാളുടെ ആവശ്യം നമുക്കില്ല. എന്നാൽ 60 ഒട്ടകക്കൂട്ടങ്ങൾ വേണ്ടി വന്നിരുന്നു ഖാറൂനിൻ്റെ ഖജനാവിൻ്റെ താക്കോല് വഹിക്കാനെങ്കിൽ. അത്രത്തോളം സമ്പത്ത് അള്ളാഹു ഖാറൂനിന് നൽകി. ആ സമ്പത്ത് നൽകിയപ്പോൾ നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേടാണ് ഖാറൂൻ കാണിച്ചത്. ഖാറൂൻ പറഞ്ഞ വാക്കെന്താണ്? ഖാല ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതിൻ്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ്. മൂസാ നബി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയില്ലേ, ധാരാളം പണം നിങ്ങൾക്ക് നൽകി, നിങ്ങൾ നന്ദി കാണിക്കും, നന്ദികേട് കാണിക്കല്ലേ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അയാൾ പറയുന്ന മറുപടി, ഇതിൻ്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ്, ഇൻ്റെ പരിശ്രമം കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഒരാളുടെയും സഹായം എനിക്കിതില്ല. അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹു എനിക്ക് ഈ രൂപത്തിൽ നൽകി എന്ന രൂപത്തിൽ നന്ദികേടിൻ്റെ വാക്ക് ഖാറൂൻ ആ സമയത്ത് പറയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇന്നും അത്തരത്തിലുള്ള ചില ആളുകളുണ്ട്. അള്ളാഹു കുറച്ച് സമ്പത്തൊക്കെ തരുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ. ആ സമ്പത്തില്ലാത്ത സമയത്ത് കൃത്യമായിട്ട് നിസ്കാരവും അതേപോലെ തന്നെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ചെയ്യേണ്ട കടമകളെല്ലാം പൂർത്തീകരിച്ച് ജീവിക്കുന്നവനായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമ്പത്ത് അങ്ങോട്ട് ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന ആളുകൾ, വന്ന വഴി മറക്കുന്ന ആളുകൾ, സഹായിച്ചവരെയും വേണ്ടപ്പെട്ടവരെയും മറക്കുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രഗത്ഭരായ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യം ജൂത മതത്തിലായിരുന്നു, ജൂത ആളുകളുടെ കൂട്ടത്തിലെ നേതാവായിരുന്നു. എന്നാൽ പിന്നീട് പ്രവാചകൻ മദീനയിലേക്ക് വന്നപ്പോൾ ഇസ്ലാം പുൽകിയ ആളുകളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ട്. അദ്ദേഹം ഒരിക്കൽ മദീനയിലെ തെരുവീതിയിലൂടെ തലയിൽ വിറകിങ്ങനെ കെട്ടിവെച്ച് നടക്കുകയാണ്. തലയിൽ ഇങ്ങനെ വിറകിങ്ങനെ കെട്ടിവെച്ച് നടക്കുന്നത് സ്വഹാബത്ത് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകി, അള്ളാഹു നിങ്ങൾക്ക് അധികാരം നൽകി, അള്ളാഹു നിങ്ങൾക്ക് സ്ഥാനമാനം നൽകി, എന്നിട്ട് സാധാരണക്കാരനെ പോലെ തലയിൽ വിറക് കെട്ടിവെച്ചിട്ട് എന്തിനാണ് നടക്കുന്നത്? അതിന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അറിവിൻ്റെ കൂടെ കിബിർ വരും. കുറച്ച് അറിവൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് കിബിർ. സമ്പത്തിൻ്റെ കൂടെ കിബിർ വരും, സ്ഥാനമാനങ്ങളുടെ കൂടെ കിബിർ വരും. അപ്പോൾ ആ സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയൊക്കെ കൂടെ കിബിർ വരുമ്പോൾ ഞാൻ എൻ്റെ കിബിർ എന്ന് പറയുന്ന രോഗത്തെ ചികിത്സിക്കുകയാണ്. എങ്ങനെ ചികിത്സിക്കണത്? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ തലയിൽ വിറക് ഇങ്ങനെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാണ്, അബ്ദുള്ള നീ ഒന്നുമല്ല, നീ സാധാരണക്കാരൻ മാത്രമാണ്. അപ്പോൾ എൻ്റെ കിബിറ എന്ന് പറയുന്ന രോഗത്തെ ഞാൻ ഈ രൂപത്തിലാണ് ചികിത്സിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ഭയപ്പെടേണ്ട ഒന്നാണ് സമ്പത്ത് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ. അങ്ങനെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സമ്പത്ത് കൊടുത്തു, അയാൾ അഹങ്കാരം നടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് അയാളുടെ പേരിൽ ഇറങ്ങാണ്. എന്താണ് അള്ളാഹുവിൻ്റെ അദാബായി കൊണ്ടിറങ്ങുന്നത്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. അവനെയും അവൻ്റെ ഭവനത്തെയും ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അള്ളാഹു താഴ്ത്തി കളഞ്ഞു എന്നാണ്. ആ മനുഷ്യനെയും അയാളുടെ സമ്പത്ത് മുഴുവനും ഭൂമിയുടെ ആഴങ്ങളിലേക്ക് താഴ്ത്തി കളഞ്ഞു എന്നതാണ് ഖാറൂനിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, കേവലം ഖുർആനിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ചരിത്രം പരാമർശിക്കുമ്പോൾ
കഥ കേട്ട് പോകുക എന്നതിലപ്പുറമായിക്കൊണ്ട് കാറൂനിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ചില പാഠങ്ങളുണ്ട്. 4 പാഠങ്ങൾ പണ്ഡിതന്മാർ ഇയാളുടെ ചരിത്രത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠമായിക്കൊണ്ട് പറഞ്ഞത് ഇന്ന കസറത്തൽ മാലി ലൈസത്ത് ദലീലൻ അലാ മഹബ്ബത്തില്ലാഹി വരിളാഹു അനിൽ അബ്ദി. അഥവാ അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്ത് കൊടുക്കുക എന്നതിനർത്ഥം അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവല്ല. ഒരു മനുഷ്യൻ അള്ളാഹു സമ്പത്ത് കൊടുത്തു എന്നതിനർത്ഥം അയാൾക്ക് അള്ളാഹു അയാളെ ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവല്ല. അഥവാ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. നമ്മളെപ്പോഴും പഠിക്കേണ്ട വിഷയമാണ്. ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, എന്താണ് റബ്ബ് എന്നെ പരിഗണിക്കാത്തത്? അഥവാ എനിക്കെന്നും പട്ടിണിയാണ്, എനിക്കെന്നും പ്രയാസമാണ്, ഞാൻ റബ്ബിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളാണ്, എന്നാൽ എനിക്കൊന്നും പരീക്ഷണമാണ്, എനിക്കൊന്നും പ്രയാസമാണ്. എന്നാൽ അള്ളാഹുവിനെതിരെ നന്ദി കേട് കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്കോ അവർക്ക് സുന്ദരമായ ജീവിതമാണ്. അപ്പൊ എന്താണ്, റബ്ബിന് എന്നെ ഇഷ്ടമല്ലേ? ഈ രൂപത്തിലൊക്കെ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചിട്ടും എന്താണ് റബ്ബ് എന്നെ പരിഗണിക്കാത്തത്? ചില ആളുകളുടെ നാവുന്ന് വരുന്നൊരു വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ പറയാണ്, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മാ യുഹിബ്ബു വഹുവ മുഖീമുൻ അലാ മഅസിഹി ഫഇന്നമാ ദാലിക മിൻഹു ലഹു ഇസ്തിദ്റാജുൻ. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു തെറ്റുകളിൽ അഭിരമിക്കുന്ന വ്യക്തിക്ക് ധാരാളമായി കൊണ്ട് ദുനിയാവിൻ്റെ സുഖാസ്വാദനങ്ങൾ കൊടുക്കുന്നത് നീ കണ്ടാൽ നീ മനസ്സിലാക്കിക്കോണം, അത് അള്ളാഹുവിൻ്റെ ഒരു കെണിയാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്തിദ്റാജാണ്. അഥവാ തെറ്റിൽ അഭിരമിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് ഇങ്ങനെ വിശാലത കൊടുക്കുകയാണ്. ഏത് കച്ചവടം തുടങ്ങിയാലും അയാൾക്ക് ധാരാളം സമ്പത്താണ്, എന്ത് തുടങ്ങിയാലും അയാൾക്ക് ധാരാളം പണമാണ്. ഇങ്ങനെയൊക്കെ എല്ലാവിധ ഹറാമുകളും അയാളുടെ ജീവിതത്തിലുണ്ട്, എല്ലാ തോന്നിവാസങ്ങളും അയാളുടെ ജീവിതത്തിലുണ്ട്. അള്ളാഹിൻ്റെ റസൂല് പറയാണ്, അതൊരു ഇസ്തിദ്റാജാണ്, അതൊരു കെണിയാണ്. എന്നിട്ട് പ്രവാചകൻ ഓതുകയാണ് സൂറത്ത് അൻആമിലെ 44-ാമത്തെ ആയത്ത്. എന്താണ് 44-ാമത്തെ ആയത്ത്? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി. അവര് അള്ളാഹു സുബ്ഹാനഹു തആല ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മറന്നു കളഞ്ഞപ്പോൾ അള്ളാഹു പറയാണ്, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ. ദുനിയാവിൻ്റെ എല്ലാ വാതിലുകളും അവരുടെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കും. അഥവാ അള്ളാഹുവിൻ്റെ ഉത്ബോധനം മറന്ന് ജീവിക്കുന്ന ആളുകളില്ലേ, അവരുടെ മുമ്പിൽ അള്ളാഹു ദുനിയാവിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും. അഥവാ എല്ലാവിധ സുഖാസ്വാദനങ്ങളും അവരുടെ മുമ്പിലുണ്ടാകും. അവരിങ്ങനെ ആഹ്ലാദത്തിൽ ഇങ്ങനെ കഴിയുന്ന സമയത്തോ അള്ളാഹു പറയാണ്, പിന്നീട് പെട്ടെന്ന് ഞാൻ അവരുടെ പിടുത്തം പിടിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തെറ്റിൽ അഭിരമിക്കുന്ന ആളുകൾ വ്യഭിചരിക്കുന്നുണ്ട്, ആ മനുഷ്യൻ പലിശ കൊടുക്കുന്നുണ്ട്, അയാളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഹറാമുകളൊന്നുമില്ല, എല്ലാ തോന്നിവാസവും ഉണ്ട്, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല, എല്ലാ തോന്നിവാസങ്ങളും അയാളുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് അയാൾക്കാണെങ്കിലോ ധാരാളം സമ്പത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു കെണിയാണ്. ഒരു സമയം വരെ ദുനിയാവ് അവരുടെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ വിശാലാക്കി കൊടുക്കും. പിന്നീടോ ആ സമയമെത്തിയാൽ ആ പിടുത്തം അള്ളാഹു സുബ്ഹാനഹു തആല പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദുനിയാവിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിലയുമില്ല. ഒരിക്കൽ അങ്ങാടിയിലൂടെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു ചത്ത ആടിനെ കണ്ടു. ആ ചത്ത ആടിനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹമിൻ. സ്വഹാബ, ഒരു ദിർഹമിന് ഈ ആടിന് ആർക്കാണ് വേണ്ടത്? ഒരു ദിർഹം തന്നാൽ മതി, ഈ ആടിനെ ഒരാളെടുത്തോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയണം, നബിയെ അത് ചത്ത ആടാണ്, ഞങ്ങൾക്ക് ആർക്കും അതിനെ വേണ്ട. വീണ്ടും പ്രവാചകന്റെ ചോദ്യം, സ്വഹാബ എന്ന ഒരു ദിർഹമും വേണ്ട, വെറുതെ സൗജന്യമായിട്ട് ആർക്കാണ് വേണ്ടത്? അപ്പോൾ സ്വഹാബത്ത് പറയാണ്, വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐബൻ ഫീഹി. നബി അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അതിന് ന്യൂനത ഉണ്ട്. അഥവാ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചെവി മുറിഞ്ഞിട്ട് അതിന് ന്യൂനത ഉണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആർക്കും വേണ്ട, ഇനി ചത്തിട്ട് അതിന് ആർക്കാണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവല്ലാഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനേക്കാൾ നിസാരമാണ് ദുനിയാവ്. അപ്പം നിങ്ങൾ തീരെ ഒരു വില കൽപ്പിക്കുന്നില്ലല്ലോ ഇതിനെ. ഇതിനേക്കാൾ നിസാരമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ് എന്നുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്നു എന്നതിന് അള്ളാഹുവിൻ്റെ ഇഷ്ടം അയാൾക്ക് ലഭിച്ചു എന്നതിന് അതിന് തെളിവല്ല. സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയാണ്, വ ഇന്നല്ലാഹ യുക്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അള്ളാഹു സമ്പത്ത് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും സമ്പത്ത് കൊടുക്കും. എന്നാൽ വലാ യുക്തിൽ ഈമാന ഇല്ലാ മൻ അഹബ്ബ. ഈമാൻ എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്കേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഈമാൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖാറൂനിൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന പാഠമെന്ന് പറഞ്ഞാൽ, അള്ളാഹു ധാരാളം സമ്പത്ത് തരിക എന്നത് അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവല്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ പണ്ഡിതന്മാർ പറയാണ്, അന്നൽ മആസി ഖദ് തുഅജ്ജിലു ഖുബതഹാ ഫി ദുനിയ ഖബല ആഖിറ. ഒരു മനുഷ്യൻ തിന്മകളിൽ അഭിരമിക്കുമ്പോൾ, തിന്മകൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അധികരിക്കുമ്പോൾ, നാളെ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇഹലോകത്തും അയാൾക്ക് ശിക്ഷ ലഭിക്കും. ഒരാൾ തിന്മയിൽ അഭിരമിക്കുകയാണ്, തിന്മകൾ ധാരാളമായിക്കൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നാളെ പരലോകത്ത് അതിനുള്ള ശിക്ഷ അയാൾക്കുണ്ട്. എന്നാൽ അതിന് മുന്നോടിയായിക്കൊണ്ട് എന്ത് ചെയ്യും? ഇഹലോകത്തും അയാൾക്ക് ശിക്ഷ ലഭിക്കും എന്നതിന് തെളിവാണ് ഖാറൂനിൻ്റെ ചരിത്രം. അതേപോലെ തന്നെയാണ് ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആദ്യമായിക്കൊണ്ട് ശാപവാക്ക് പറയുന്നത് അബൂലഹബാണ്. സഫാ കുന്നിൻ്റെ മുകളിൽ കയറി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ ആദ്യമായിക്കൊണ്ട് നബിക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതലന. മുഹമ്മദ് നിനക്ക് നാശം, നീ ഇതിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന ശാപവാക്ക് ആദ്യമായിക്കൊണ്ട് പറയുന്നത് അബൂലഹബാണ്. ഈ അബൂലഹബിന് നാളെ പരലോകത്ത് ശിക്ഷ ഉണ്ട്. ഇഹലോകത്ത് ആ മനുഷ്യന് ലഭിച്ച ശിക്ഷ എന്താണ്? അയാൾക്ക് വസൂരി പോലെയുള്ള ആദസ എന്ന് പറയുന്ന രോഗം ബാധിച്ചു. ആരാരും അയാളുടെ അരികിലേക്ക് ചെല്ലണില്ല. ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ആ മനുഷ്യരെ നിന്നത് നൽകുകയാണ്. അവസാനം അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത് ഒരു കോലിൻ്റെ അറ്റത്ത് ഭക്ഷണം കെട്ടിവെച്ച് ദൂരേക്ക് എറിഞ്ഞു കൊടുക്കായിരുന്നു. ഇയാൾ മരിച്ച സമയത്ത് മയ്യത്ത് മറമാടിയത് എങ്ങനെ? ഒരു കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് ഇയാളുടെ ശരീരം 4 ഭാഗത്തുനിന്നും ആളുകൾ കോല് കൊണ്ട് കുത്തിയിട്ടാണ് തള്ളിയിട്ടത്. അപ്പോൾ തിന്മകളിൽ അഭിരമിക്കുമ്പോൾ, തെറ്റുകളിൽ അഭിരമിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്, പരലോകത്തെ ശിക്ഷയുണ്ട്. അതിനു മുമ്പായിക്കൊണ്ട് ഇഹലോകത്തും അള്ളാഹുവിൻ്റെ അദാബ് ലഭിക്കുമെന്നതിന് ഉദാഹരണമാണ് ഖാറൂൻ. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? ഒരു മനുഷ്യന് ഖാറൂനിൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന മൂന്നാമത്തെ പാഠം ചില പതനങ്ങൾ നമുക്കുള്ള പാഠമാണ്. പണ്ഡിതന്മാർ പറയാണ്, ഫിറഔന് മുങ്ങി നശിക്കണത് ആര് കണ്ടിട്ടുണ്ട്? ഖാറൂൻ കണ്ടിട്ടുണ്ട്. ഫിറൗനെ ആ കടലിൽ മുങ്ങി മരിക്കണത് ഖാറൂൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ അതൊരു പാഠം ഉൾക്കൊള്ളാനുണ്ടായിരുന്നു, മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് അതും ആ പാഠം ഉൾക്കൊള്ളാത്ത മനുഷ്യനാണ് ഖാറൂൻ. നമുക്കും ചില പാഠങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുള്ളൂ. അഹങ്കാരം നടിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, കിബുർ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അഹങ്കാരം നടിക്കുന്ന ആളാകാൻ പാടില്ല. അണുമണിത്തൂക്കം ഒരാളുടെ ജീവിതത്തിൽ കിബുറുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ് നബിയെ കിബർ എന്ന് പറഞ്ഞാൽ? അള്ളാഹിൻ്റെ റസൂല് പറയാണ്, ബത്തറുൽ ഹഖി വഗംതുൻ നാസ്. സത്യത്തെ നിരാകരിക്കലാണ്, ആളുകളെ ചെറുതായി കാണലാണ് കിബർ എന്ന് പറഞ്ഞാൽ. സത്യമാണെന്ന് അയാൾക്കറിയാം. അപ്പം അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടേണ്ടത്, അതാണ് പ്രവാചകന്റെ മാതൃക എന്നൊക്കെ അറിയാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അയാൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് അയാൾക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം കയ്യുറത്തി കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ല എന്ന് അയാൾക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3-ന്റെ അന്നും 7-ന്റെ അന്നും 40-ന്റെ അന്നും ഒരു വർഷം കഴിഞ്ഞിട്ടും ആണ്ട് ആഘോഷിച്ചിട്ടില്ല എന്ന് അയാൾക്കറിയാം. പിന്നെ അത് നിരാകരിക്കണത് എന്താ? കുടുംബത്തെ പേടിച്ചിട്ടാണ്. നാട്ടുകാരെന്ത് പറയും? മഹല്ല് കമ്മിറ്റിക്കാരെന്ത് പറയും? ഞാനിപ്പോൾ ഇതിന് കൂടിയിട്ടില്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം ഈ മഹല്ലിൽ സംഘടിപ്പിക്കൂല, ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് ഈ കബറിൽ അടക്കൂല, അത് പേടിച്ചിട്ട് സത്യത്തെ നിരാകരിക്കുന്ന ആളുകൾ. രണ്ടെന്തെന്നറിയോ? കിബർ എന്ന് പറഞ്ഞാൽ വഗംതുൻ നാസ്, ആളുകളെ ചെറുതായി കാണലാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് ഒരിക്കലൊരു പള്ളിയിലേക്ക് പോയി. അവിടെ ഒരു പള്ളിയിൽ ഒരു ദർസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദർസ് എടുക്കണ ഉസ്താദിനറിയില്ല. എൻ്റെ മുമ്പിലിരിക്കുന്നത് ലോകം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ആണെന്നറിയില്ല. ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലായി. ആ വിദ്യാർത്ഥി നേരെ ഉസ്താദിൻ്റെ ചെവിയിൽ പോയി പറഞ്ഞു, ഉസ്താദെ, ആയിരിക്കണത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹയാണ്.
ഉസ്താദ് ക്ലാസ് അവസാനിപ്പിച്ച് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹിന്റെ അരികിൽ പോയിരുന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ എനിക്കൊരു വസിയത്ത് നൽകണം, എന്തെങ്കിലും ഒരു ഉപദേശം നൽകണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഏതെങ്കിലും ഒരു ഉപദേശം. അപ്പൊ പഠിപ്പിച്ച ഉപദേശം എന്താണെന്നറിയോ? ഇദാ ഖറജത മിൻ മൻസിലിൻ, നീ നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ഏത് മനുഷ്യനെ കാണുമ്പോഴും നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് അവൻ എന്നേക്കാൾ ഉത്തമനാണ്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്, പുറത്ത് വെച്ച് ഏത് മനുഷ്യനെ കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ? അവൻ എന്നേക്കാൾ ഉത്തമനാണ്, അവൻ എന്നേക്കാൾ തഖ്വയുള്ള ആളാണ്, എന്നേക്കാൾ റബ്ബിലേക്ക് അടുത്ത ആളാണ്, ഞാൻ അത്രയൊന്നും ആയിട്ടില്ല, എനിക്ക് ഇനി മാറാനുണ്ട് എന്ന ചിന്തയായിരിക്കണം ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളെക്കാൾ ഈമാൻ ഉണ്ടാകും സാധാരണക്കാരായ ആളുകൾക്ക്. ഈ ദീനൊക്കെ കേട്ടിട്ടും നമ്മളെക്കാൾ ഈമാൻ ഉണ്ടാകും ചിലപ്പോൾ സാധാരണക്കാരായ, നമ്മളെക്കാൾ ചെറിയ ജോലി ചെയ്യുന്ന, നമ്മളെക്കാൾ ചെറിയ ശമ്പളം വാങ്ങുന്ന ആളുകൾക്കൊക്കെ നമ്മളെക്കാൾ ഈമാൻ ഉണ്ടാകും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോൾ സുദീർഘമായി യാത്ര ചെയ്തു. അദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഒരാളെ കൂടെ കൂട്ടും. അപ്പോൾ കുറേ യാത്ര ചെയ്തപ്പോൾ ആരും കണ്ടില്ല. കുറേ ദൂരെ പോയപ്പോൾ കുറേ ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. ആട്ടിടയൻ്റെ അരികിൽ അദ്ദേഹം ഒട്ടകത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ മാർഗത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന സഹോദര, നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കാം, എൻ്റെ അരികിൽ കുറച്ച് ഭക്ഷണമുണ്ട്, നമുക്ക് പാകം ചെയ്ത് കഴിക്കാം. ആട്ടിടയൻ പറയാണ്, ഇബ്നു ഉമർ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, എനിക്ക് വേണ്ട. രണ്ടാമത് വീണ്ടും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും നിർബന്ധിച്ചപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഇബ്നു ഉമർ ഞാൻ നോമ്പുകാരനാണ്, ഫർദ് നോമ്പല്ല കേട്ടോ, സുന്നത്ത് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ കിലോമീറ്ററുകളോളം ഞാൻ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു, ഒരൊറ്റ മനുഷ്യനെ പോലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ദാഹിച്ച് തല കറങ്ങി വീണാൽ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഈ മരുഭൂമിയിൽ ഒരാൾ പോലും ഇല്ല, പിന്നെ എന്തിനങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നോമ്പ് നോക്കണത്? അതിനാ മനുഷ്യൻ കൊടുത്ത മറുപടി, ഇബ്നു ഉമർ ഇതിനേക്കാൾ ചൂടുള്ളൊരു ദിവസം വരാനുണ്ട്, ഒരു ചാൻമേലെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നൊരു ദിവസം വരാനുണ്ട് ഇബ്നു ഉമർ. ആ ദിവസത്തിൽ എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ആട്ടിടയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മളെക്കാൾ ഈമാൻ ഉണ്ടാകും. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ കാണുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അവൻ എന്നേക്കാൾ ഉത്തമനാണ്, ഞാൻ എല്ലാവരെക്കാൾ ഉത്തമനാണെന്നല്ല, ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നല്ല, എനിക്കെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നല്ല, എനിക്ക് ഇനിയും മാറാനുണ്ട് എന്നുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഖാറൂനിൻ്റെ ചരിത്രത്തിൽ വിശ്വാസിക്ക് ഉണ്ടാകേണ്ട 4ാമത്തെ പാഠം സമ്പത്തും സൗകര്യവും ലഭിച്ചവർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിന്റെ 74-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക ഭവനം തേടിക്കൊള്ളുക എന്നുള്ളതാണ്. അഥവാ അല്ലാഹു നൽകിയ ആ സമ്പത്ത് കൊണ്ട് ഖാറൂന് ധാരാളം സമ്പത്ത് അല്ലാഹു നൽകി, ആ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകാൻ അയാളുടെ മനസ്സ് തോന്നിയിട്ടില്ല. സമ്പത്ത് ലഭിക്കുമ്പോൾ നമുക്ക് തോന്നണം അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് കുറച്ച് കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കൂല എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ അബൂ തലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ 600ഓളം ഈത്തപ്പന മരമുള്ള ബൈറുഹാ തോട്ടം അള്ളാഹിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തു. അപ്പോൾ മസ്ജിദുൻ നബവിയിലെ ആ മസ്ജിദുൻ നബവിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു തോട്ടമാണ് ബൈറുഹാ തോട്ടം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായിക്കൊണ്ട് ആ തോട്ടത്തിൽ പോയിരിക്കാറുണ്ട്. അവിടെ നിന്ന് പ്രവാചകൻ വെള്ളം കുടിക്കാറുണ്ട്. അവിടെ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാറുണ്ട്. 600 ഈത്തപ്പന മരങ്ങളാണ്. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകാൻ അബൂ തലഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ആലോചിക്കണം. അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി, അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാനുള്ള ഒരു മേഖലയ്ക്ക് നമുക്ക് നൽകിയിട്ടും റബ്ബിൻ്റെ മാർഗത്തിൽ നമ്മൾ എത്രത്തോളം നൽകുന്നുണ്ട്, ആ വിഷയത്തിൽ നമ്മൾ പിശുക്കന്മാരാകാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനർത്ഥം ലഭിക്കുന്ന സമ്പത്ത് മുഴുവനും ദീനി മേഖലയിലേക്ക് ചെലവഴിക്കണം എന്നാണ്? അല്ല, ദുനിയാവിൻ്റെ കാര്യം നമ്മൾ മറക്കണ്ട. വലാ തൻസാ നസീബക മിനദ് ദുനിയ, ദുനിയാവിൻ്റെ ഓഹരി മറക്കണ്ട. ദുനിയാവിൽ വീട് വെക്കാം, ദുനിയാവിൽ വാഹനം വാങ്ങാം, ദുനിയാവിൽ നമുക്ക് വേണ്ട ഇസ്ലാം ഹലാലായി പഠിപ്പിച്ച ഏത് കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ പരലോകം നമ്മൾ മറക്കരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ധൂർത്തും പിശുക്കും പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെയും മധ്യമ നിലപാടിലായിരിക്കണം ഒരു വിശ്വാസി ഉണ്ടാക്കേണ്ടത്. അങ്ങേയറ്റം ധൂർത്ത്,
അതേപോലെ അങ്ങേയറ്റത്തെ പിശുക്ക്, അത് രണ്ടും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം വിശ്വാസി ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങളെ തൊട്ട് 3 കാര്യങ്ങൾ നിഷിദ്ധാക്കിയിട്ടുണ്ട്. എന്താണ് 3 കാര്യങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖീല വഖാല പറയുന്ന ആളുകളെ, കേട്ടതും കണ്ടതും പറയാം, വ്യക്തമായി ഉറപ്പില്ല, വ്യക്തമായി ധാരണയില്ല, അവിടുന്ന് കേട്ടത് ഇവിടുന്ന് കേട്ടത്, ഇന്നാലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടിയത്, അയാൾ പറഞ്ഞത് ഇയാൾ പറഞ്ഞത്, ഉറപ്പില്ലാത്ത ധാരണയില്ലാത്ത വിഷയങ്ങൾ പറയുന്ന ആളുകളെ അള്ളാഹു വെറുത്തിട്ടുണ്ട്. ഇലാഅത്തുൽ മാൽ, ദൂർത്ത് കാണിക്കുന്ന ആളുകളെ. മൂന്നാമത് പറഞ്ഞത് കസറത്തു സുആൽ, അധിക ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു തആല വെറുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖാറൂൻ അഹങ്കാരം നടിച്ചപ്പോൾ അള്ളാഹു അവന് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അദാബ് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കും അതൊരു പാഠമാണ്. അവൻ ഒരുപാട് പുളകം കൊണ്ടു, ഒരുപാട് സന്തോഷിച്ചു. അവനോട് പറയുന്നുണ്ട്, ഇത് കാലഹു ഖൗമുഹു ലാ തഫ്റഹ്, ഖാറൂനി ഒരുപാട് പുളകം കൊള്ളരുത്, ഒരുപാട് സന്തോഷിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, തീർച്ചയായും അള്ളാഹു ഒരുപാട് പുളകം കൊള്ളുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ചിരിച്ച് നമ്മളെ കരയിപ്പിക്കാൻ റബ്ബിനൊരു പ്രയാസമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ആ ചിരി മാറ്റി നമ്മുടെ മുഖത്ത് 24 മണിക്കൂറും സങ്കടം കൊണ്ടുവരാൻ റബ്ബിനൊരു പ്രയാസമില്ല. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഒരു 4 പ്രാവശ്യം ഛർദ്ദിച്ചു. ആ ഛർദ്ദിച്ച സമയത്ത് അതിൽ കുറച്ച് ബ്ലഡ് കണ്ട് ഡോക്ടറിൻ്റെ അരികിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചില ടെസ്റ്റൊക്കെ നടത്തണം. ചില ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അവസാനം പറഞ്ഞു, ഒരു ബയോപ്സി റിപ്പോർട്ടും വരാൻ ഉണ്ട്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് വരിക. ആ 3 ദിവസത്തിന് ശേഷം ആ റിപ്പോർട്ട് വന്നിട്ട് നമ്മുടെ കൂടെ വന്ന ആളുകളെ ഡോക്ടർ മാറ്റി നിർത്തിയിട്ട് അവരോട് പറയാണ്, ക്യാൻസറാണ്, 4th സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്, ഇനി കൂടുതൽ കാലമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരി മാറും. 4 ചുമരിനുള്ളിൽ നമ്മളും നമ്മുടെ മരുന്നിൻ്റെ ഗന്ധവും മാത്രം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ചിരി മാറും. നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ മലവും മൂത്രം കഴുകിത്തരേണ്ട അവസ്ഥ വന്നാൽ നമ്മുടെ ചിരി മാറും. നമ്മുടെ സഹോദരൻ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അയാളുടെ പരിചയത്തിലുള്ള ഒരാളുടെ, അയാൾക്കുള്ള അസുഖം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കഴിച്ചാൽ വയറിലേക്ക് അന്നനാളത്തിലൂടെ പോകണമെങ്കിൽ ചില തരംഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം അത് വയറിൻ്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ, അന്നനാളത്തിലൂടെ പോകണമെങ്കിൽ ചില തരംഗങ്ങളുണ്ട്. ആ തരംഗങ്ങൾ അയാളുടെ ശരീരത്തിലില്ല. അപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? താഴേക്ക് ഇറങ്ങൂല. സുബ്ഹാനല്ലാഹ്, ഓരോ മനുഷ്യന്മാർ അസുഖം നോക്കാണ്. ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യില്ല? താഴേക്ക് ഇറങ്ങൂല, അത് ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇത് നമ്മളിങ്ങനെ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, അത് താഴേക്ക് പോകാൻ റബ്ബ് സംവിധാനിച്ചൊരു സംവിധാനമുണ്ട്. അത് അയാളുടെ ജീവിതത്തിലില്ല. എന്നിട്ട് ആ മനുഷ്യൻ എന്താ ചെയ്തിരിക്കണത്? വയറിൻ്റെ ഭാഗത്തൊരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് ജ്യൂസ് രൂപത്തിലാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം അയാൾ പറയുന്നുണ്ട്, ഓരോ ഭക്ഷണവും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ അയാൾക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എത്ര വലിയ സമ്പത്തുണ്ടായിട്ടും നാവിന് രുചിയില്ലെങ്കിൽ പിന്നെ ആ ഭക്ഷണത്തിൽ എന്താ കാര്യം? എത്ര വലിയ ലക്ഷങ്ങൾ മുടക്കിയ ഭക്ഷണമാണെങ്കിലും അതിന് പിന്നീടൊരു കാര്യമില്ല. അപ്പോൾ ഇയാൾക്ക് ടേസ്റ്റ് അറിയണില്ല. ടേസ്റ്റ് അറിയാൻ ഇയാൾ എന്താ ചെയ്യണമെന്നറിയോ? ഏത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ആദ്യം അതൊന്നൊരു പീസ് എടുത്തിട്ട് അയാളെ വായിലിടും, എന്നിട്ട് ചമക്കും. അപ്പോൾ ചമച്ചിട്ട് അയാളുടെ നാവിൽ അതിൻ്റെ രുചി വരൂലേ, പിന്നീട് തുപ്പിക്കളഞ്ഞിട്ട് പിന്നീട് ആ ട്യൂബിലൂടെ ഭക്ഷണം കയറ്റി കൊടുക്കും. അയാൾ ഈ പറഞ്ഞ സഹോദരൻ്റെ ഒരു പരിചയക്കാരൻ അയാളെ കാണാൻ പോയപ്പോൾ അയാളുടെ മുമ്പിൽ ഇങ്ങനെ ചായയും കുറച്ച് ചിപ്സും ഉണ്ട്. അപ്പോൾ അയാൾക്ക് ആ ചിപ്സ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിച്ചാൽ ഇങ്ങോട്ട് വയറിലേക്ക് ഇറങ്ങൂല. അതൊന്ന് 2 ചിപ്സ് എടുത്തിട്ട് വായിലേക്കിട്ട് ചമച്ചിട്ട് തുപ്പിക്കളയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെ, ചിരിപ്പിച്ച നമ്മളെ കരയിപ്പിക്കാൻ റബ്ബിന് ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഒരുപാട് പുളകം കൊള്ളരുത്. ഒരുപാട് പുളകം കൊള്ളുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് ഖാറൂനിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ് 3 പദങ്ങൾ. ഞാൻ ഇനി പറയാൻ പോണ 3 പദങ്ങൾ അതൊരു വിശ്വാസി അധികമായി ഉപയോഗിക്കുന്നതിനെ സൂക്ഷിക്കണം. കാരണം ലോകത്ത് നശിച്ചു പോയ, അഹങ്കാരം കൊണ്ട് നശിച്ചു പോയ 3 ആളുകളും അധികമായി ഉപയോഗിച്ച പദം ഇതാണ്. നമ്മുടെ സംസാരത്തിൽ അധികവും ഈ പദങ്ങൾ വരുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഒന്നെന്താണെന്നറിയോ? അന, ഞാൻ എന്നുള്ളത്. രണ്ടാമതായി കൊണ്ട് പറയാണ് ലീ, എനിക്ക്. 3 ഇന്ദി, എൻ്റെ. ഈ 3 പദങ്ങൾ ധാരാളമായിക്കൊണ്ട് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ സൂക്ഷിക്കണം. കാരണം ലോകത്ത് നശിച്ചു പോയ 3 ആളുകളും അധികമായി ഉപയോഗിച്ച പദം ഇതാണ്. അഥവാ ഞാൻ, എല്ലാത്തിനും ഞാൻ എന്നുള്ളൊരു സംസാരം ഉണ്ടല്ലോ. ഞാൻ ഉണ്ടായതുകൊണ്ട് അതൊക്കെ നടക്കുന്നത്, ഞാൻ ഉണ്ടായതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ പോണത്. ഞാനൊന്നുമില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്ലീസിനോട് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ ന്യായം എന്താണ്?
അതേ ആ മനുഷ്യൻ ആ ഇബ്ലീസ് കൊടുത്ത മറുപടി അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അവിടെ ഇബ്ലീസ് പറഞ്ഞ പ്രയോഗം അന എന്നുള്ളതാണ്, ഞാൻ. ഫിറഔൻ പറഞ്ഞ വാക്കെന്താണ്? അലൈസ ലീ, എനിക്കല്ലയോ മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കല്ലയോ. കിബറിന്റെ സംസാരം ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറഔനും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിക്കൊണ്ട് എൻ്റെ എന്നുള്ള സംസാരം. ഖാറൂൻ പറഞ്ഞ വാക്കാണ് ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇത് എൻ്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ്, എൻ്റെ പരിശ്രമം കൊണ്ട്, എൻ്റെ നേട്ടം കൊണ്ട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്നുള്ള സംസാരമല്ലേ നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ഇത്തരത്തിലുള്ള 3 വാചകങ്ങൾ അത് വിശ്വാസിയുടെ നാവിൽ അധികം വരുന്നതിനെ അവൻ സൂക്ഷിക്കണം. കാരണം ലോകത്ത് നശിച്ചു പോയ 3 വിഭാഗം ആളുകളും 3 ആളുകളും അധികമായി ഉപയോഗിച്ച പദവും ഇതാണ് എന്ന രൂപത്തിൽ മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക. ഓരോ ചരിത്രങ്ങൾ പോകുമ്പോൾ കേവലം കഥ കേട്ടു പോകുന്നതിലപ്പുറമായിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുവാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്ലാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിലും അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.